ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ ഒരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഒരു 15 വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ റിങ്കിൾസ് ചുളിവുകൾ വരാതെ തടഞ്ഞു നിർത്താൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആക്നെ, നമ്മുടെ ഫേസിൽ വരുന്ന ആക്നെനെ ബാക്ടീരിയാസിനെയൊക്കെ തടഞ്ഞു നിർത്താനും നമ്മുടെ പോഴ്സ് ആക്നെയൊക്കെ വരുന്ന ബാക്ടീരിയാസിനെ തടഞ്ഞു നിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിലുള്ള പഫിനെസ് ഉണ്ടല്ലോ, നമ്മുടെ ആ കണ്ണിൻ്റെ താഴേക്കുള്ള പഫിനെസ് ഒക്കെ ഇത് തടഞ്ഞു നിർത്തും. പിന്നെ സൺബേൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പീലിംഗ് എഫക്റ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലിപ്സ്റ്റിക്കിലും ലിബാമിലൊക്കെ ഉള്ള കണ്ടൻറ്റാണ് കാസ്റ്റർ ഓയിൽ. അപ്പോൾ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ കൂട്ടി നന്നായിട്ട് നമ്മുടെ ലിപ്സിൽ മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഡ്രൈ ആയിട്ടുള്ള ലിപ്സിലാണെങ്കിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി നമുക്കറിയാം നല്ലൊരു എക്സ്ഫോളിയേറ്റിനാണ്, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി എന്ന് പറയുന്നത്. പിന്നെ ഇതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ബ്രേക്ക്ഔട്ട്സ്, ആക്നെ ഇതിനൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ ബാക്ടീരിയാസിനെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇറിറ്റേഷൻസിന് നന്നായിട്ട് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇറിറ്റേഷൻസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി നല്ല ക്ലിയർ സ്കിൻ നമുക്ക് തരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഹണി വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ലെമണാണ്. ഒരു ലെമണിൻ്റെ ഒരു അല്പം ജ്യൂസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ലെമൺ എന്ന് പറയുന്ന നല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള മെലാനിൻ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നല്ല ലൈറ്റനും സോഫ്റ്റും ബ്രൈറ്റനൊക്കെ ആക്കി തരും. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്, ഫ്രിക്കിൾസ്, ഡാമേജസ് എല്ലാം കളഞ്ഞ് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം എഫക്റ്റൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി തരും. ഇനി ഈ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ജെൽ ഫോമിലേക്കായി മാറി കിട്ടും. നമ്മുടെ കാസ്റ്റർ ഓയിലും ഹണിയും ലെമണും കൂടിയുള്ള മിക്സ് വരുമ്പോൾ ഇതുപോലെ നല്ലൊരു ജെൽ ഫോമിലേക്കായിട്ട് മാറി കിട്ടും. ഇതുപോലെ ഒരു ഗ്ലാസ് ജാർ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക.